ടീച്ചറിൻ്റെ കുഞ്ഞുമക്കൾക്ക് നമസ്കാരം. ഒന്ന് പറഞ്ഞേ, തിരിച്ചു പറഞ്ഞേ, എന്താണ് നമസ്കാരം? ഓക്കെ. സുഖാണോ? സുഖമാണോ? എനിക്ക് സുഖമാണ്. സന്തോഷമാണോ? എനിക്ക് സന്തോഷമാണ്. ഓക്കെ, ടീച്ചറിന് സന്തോഷമാണ് കേട്ടോ. നിങ്ങൾക്ക് സന്തോഷമാണെന്ന് പറയുന്നത് ടീച്ചറിന് സന്തോഷമാണ്. ഓക്കെ, നമ്മൾ പഠിച്ചു തുടങ്ങിയത് ചിഹ്നങ്ങളാണ്. നമ്മൾ പഠിച്ചു തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ ചിഹ്നങ്ങൾ നമ്മൾ 2 ചിഹ്നങ്ങൾ പഠിച്ചു അല്ലേ. 2 ചിഹ്നങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വരാക്ഷരങ്ങൾ, 2 അക്ഷരങ്ങൾ. അതിനകത്ത് ഒരെണ്ണത്തിനാണ് ചിഹ്നം ഉണ്ടായുള്ളൂ അല്ലേ. അപ്പോൾ അത് ചിഹ്നം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള ഒരക്ഷരം ഉദാഹരണം വെച്ചിട്ടാണ്, എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ ആ ചിഹ്നത്തെ നമ്മൾ പ്രൊനൗൺസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതേപോലെ ഇനി അടുത്ത സ്വരാക്ഷരങ്ങളും അതിൻ്റെ ചിഹ്നവും പഠിക്കാം. സ്വരാക്ഷരം പഠിച്ചതാണ്, അതിൻ്റെ ചിഹ്നം എന്താണെന്നുള്ളത് നമുക്ക് പഠിക്കാം. ഇനി പഠിക്കാനുള്ളത് ഏതാണ് എന്ന് പറഞ്ഞേ. ആ കഴിഞ്ഞു. ഇനി ഏതാണ്? ഈ 2 അക്ഷരങ്ങളുടെ ചിഹ്നം നമുക്ക് പഠിക്കാം. എളുപ്പമാണ്, അതുകൊണ്ടാണ് 2 എണ്ണം ടീച്ചർ പറയുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. ഇന്ന് പഠിക്കാൻ പോകുന്നത് 2 അക്ഷരങ്ങൾ ഈ. ഓക്കെ, നോക്കാം കേട്ടോ. ഈ അക്ഷരത്തിൽ ഇതാണ് ഈ അക്ഷരം. ഇതല്ലേ നമ്മൾ പഠിച്ച ഈ. അടുത്തത് ഏതാണ്? അടുത്ത അക്ഷരം ഏതാണ്? ഈ അല്ലേ. അപ്പൊ നമ്മൾ ഈ എന്ന സ്വരാക്ഷരം പഠിച്ചു, ഈ എന്ന് പറയുന്ന സ്വരാക്ഷരം നമ്മൾ പഠിച്ചു. ഇനി ഇതിന്റെ ചിഹ്നമാണ് നമുക്ക് പഠിക്കേണ്ടത്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ, നോക്കിയിരിക്കണം. ഇങ്ങനെയാണ് ഈ എന്നതിന്റെ ചിഹ്നം വരുന്നത്. ഇങ്ങനെയാണ്, ഇങ്ങനെ കണ്ട. ഈ എന്ന അക്ഷരത്തിന്റെ ചിഹ്നം ഇങ്ങനെയാണ് എഴുതുന്നത്. ഇത് 2 എണ്ണം അല്ല കേട്ടോ, ടീച്ചർ 2 ആയിട്ട് എഴുതിയതാണ്. ഒരെണ്ണം കണ്ട. ഇങ്ങനെയാണ് ഈ എന്ന് പറയുന്ന അക്ഷരത്തിന്റെ ചിഹ്നം വരുന്നത്. ടീച്ചർ അക്ഷരം ഒന്ന് എഴുതിയതാണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ. ഇതിവിടെ പോട്ടെ. നമുക്ക് ആദ്യം ഈ പഠിക്കാം, എന്നിട്ട് അടുത്തതിലേക്ക് പോവാം. ഈ ഇത് അക്ഷരമാണ്? ഈ എന്ന അക്ഷരത്തിന്റെ ചിഹ്നമാണ് ഇത്. കണ്ട, ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ താഴേക്ക് വരും. കണ്ട, ഈ ഭാഗമാണ് കുറച്ച് നീളം കൂട്ടി എഴുതേണ്ടത്. ടീച്ചർ സാവധാനം എഴുതി കാണിക്കാം, അപ്പം മനസ്സിലാവും. നോക്കിക്കോ, ഇങ്ങനെ എഴുതിയിട്ട് നമ്മൾ റാ എഴുതില്ലേ, അതേപോലെ എഴുതിയിട്ട് റാ ഇവിടെ വരുമ്പോൾ നിൽക്കും. ഇതെന്ത് ചെയ്യണം? ഇതിങ്ങനെ നേരെ ഇങ്ങനെ പോരണം. കണ്ടാ, ഇതാണ് ഈ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നം. കിട്ടിയോ? ഒന്നും കൂടെ എഴുതി നോക്കിയാലോ. ഇപ്പം എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. അതിന് ശേഷം മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, നമ്മൾ റാ എഴുതുന്ന പോലെ എഴുതിയിട്ട് ഇങ്ങനെ ഇവിടേക്ക് നീട്ടി എഴുതണം. ഇതെന്താണ്? ഏതക്ഷരത്തിൻ്റെ ചിഹ്നമാണ്? ഈ. ഏതക്ഷരത്തിൻ്റെയാണ്? ഈ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നമാണ് ഇത്. നമ്മൾ ഈ ചിഹ്നങ്ങളൊക്കെ പഠിച്ചു കഴിയുമ്പോഴേ ഏത് അക്ഷരത്തിൻ്റെ ചിഹ്നമാണെന്ന് ചോദിച്ചാൽ പറയേണ്ടി വരും. മനസ്സിലായോ? അതായത് ഇപ്പം നമ്മളിവിടെ ഈ എന്ന അക്ഷരം എഴുതി, അതിൻ്റെ ചിഹ്നമാണ് നമ്മൾ പഠിക്കുകയാണ്. ഇത് പഠിച്ചു കഴിയുമ്പോൾ എല്ലാ അക്ഷരങ്ങളുടെ ചിഹ്നങ്ങളും നമ്മൾ പഠിക്കുമല്ലോ. അപ്പം മാച്ച് ദ ഫോളോയിങ് ഒക്കെ വരും. ചേരുംപടി ചേർക്കുക. അല്ലെങ്കിൽ ഈ ചിഹ്നം, ഇത് അക്ഷരം ഇവിടെ കാണില്ല, എന്നിട്ട് ഈ ചിഹ്നം വരച്ചിട്ട് ഏത് അക്ഷരത്തിൻ്റെ ചിഹ്നമാണെന്ന് ചോദിക്കും. അപ്പം നമുക്ക് കാണാപ്പാഠം പറയാനായിട്ട് സാധിക്കണം. അതുകൊണ്ടാണ് പറയുന്നത് കൃത്യമായി ശ്രദ്ധയോടെ ഇരുന്ന് പഠിക്കണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നം ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. മനസ്സിലായോ? ഇനി നമ്മൾ ആദ്യം പഠിച്ചിട്ടുള്ള അക്ഷരം ഏതാണ്? ഉദാഹരണം നമ്മൾ പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ. ഏത് അക്ഷരമാണ് ഉദാഹരണം പറഞ്ഞത്, എക്സാമ്പിൾ പറഞ്ഞത്? യെസ്, താ എന്ന അക്ഷരമാണ് നമ്മൾ എടുത്തത് അല്ലേ. അപ്പം നോക്കിയേ, നമ്മൾ താ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ച ചിഹ്നം ഏതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ? താ. അത് പഠിച്ചു. ഇനി ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ താ നമ്മൾ എഴുതിയിട്ട് എന്ത് ചെയ്യണം?
ഈയുടെ ചിഹ്നം നമ്മൾ ഇവിടെ ഇങ്ങനെ എഴുതണം. കണ്ട, ഇതെന്താണ്? ഇതെന്താ വായിക്കുക? ത താ തീ എന്ന് പറഞ്ഞേ, തീ. കണ്ട, ഇങ്ങനെയാണ് നമ്മൾ ഈ അക്ഷരം വായിക്കുക. ത എന്ന് പറയുന്ന അക്ഷരത്തോട് ഈ എന്ന് പറയുന്നതിൻ്റെ ചിഹ്നം ചേരുമ്പോൾ അതിനെന്ത് വിളിക്കും? തീ. എന്താണ്? ഓരോ അക്ഷരവും സ്വര ശബ്ദവും ചേർന്ന് വരുമ്പോൾ ആ അക്ഷരത്തോട് ചേരുന്ന ശബ്ദമായിട്ട് നമ്മളത് നിർമ്മിച്ചെടുക്കുകയാണ്. മനസ്സിലായോ? നമുക്കത് പറയാൻ സാധിക്കും. ഇപ്പോൾ ഇത് തായായതുകൊണ്ടാണ് തീ അങ്ങനെ വരുന്നത്. വേറെ അക്ഷരമാണെങ്കിൽ അതിനനുസരിച്ച് ചിഹ്നങ്ങൾക്ക് മാറ്റമില്ല, ആ സ്വരചിഹ്നങ്ങൾക്ക് മാറ്റം വരുന്നില്ല. അക്ഷരങ്ങൾ മാറുന്നതിനനുസരിച്ചുള്ള വ്യത്യാസമേ ഉണ്ടാകുന്നുള്ളൂ കേട്ടോ. അത് നമുക്ക് പതിയെ മനസ്സിലാവും. നമ്മൾ പതുക്കെ വ്യഞ്ജനാക്ഷരങ്ങളും അതും ഇതൊക്കെ പഠിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് എങ്ങനെയാണത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം നമുക്ക് ഉദാഹരണം ഇത് മാത്രം എടുത്താൽ മതി. ത താ തീ. കണ്ട, ത താ തീ. ഓക്കെ, കിട്ടിയോ? ഇനി നമുക്ക് അടുത്ത അക്ഷരത്തിലേക്ക് പോയാലോ? അടുത്ത അക്ഷരവും ചിഹ്നത്തിലേക്ക് പോയാലോ? ഓക്കെ ആണോ? കിട്ടിയോ? ഒന്നും കൂടെ ഒന്നുകൂടി ടീച്ചർ എഴുതി കാണിക്കാം. തീ എന്ന് പറയുന്നത് ഇത് കണ്ട, തീ. എന്താണിത്? തീ, തീ. കണ്ട? ഓക്കെ. ഇനി അടുത്ത അക്ഷരത്തിലേക്ക് പോയാലോ? ഈ. ഏതക്ഷരമാണ്? ഏതക്ഷരത്തിന്റെ ചിഹ്നമാണ് നമ്മൾ പഠിക്കുന്നത്? ഈ. എളുപ്പമാണ്, അതുകൊണ്ടാണ് ടീച്ചർ ഒരു ക്ലാസ്സിൽ തന്നെ പറയുന്നത്. ബുദ്ധിമുട്ടില്ലല്ലോ അല്ലേ? ശ്രദ്ധയോടെ ഇരുന്നാൽ മതി കേട്ടോ. നോക്കുക. നോക്കിയിരിക്കുക. നമ്മൾ നേരത്തെ ഈ എന്ന അക്ഷരത്തിന്റെ ചിഹ്നമാണ് നമ്മൾ പഠിച്ചത്, ഉദാഹരണവും പഠിച്ചു. ഇന്നിപ്പോൾ പഠിക്കാൻ പോകുന്നത് അടുത്തത് ഈ എന്ന് പറയുന്ന, സോറി ഒരു മിനിറ്റ്, ഈ എന്ന് പറയുന്ന അക്ഷരത്തിന്റെ ചിഹ്നമാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. നോക്കാം. ഓക്കെ ആണോ? ശ്രദ്ധിച്ചിരിക്കണോ? ഓക്കെ. നമ്മൾ നേരത്തെ ഈയുടെ ചിഹ്നം എഴുതിയത് എങ്ങനെയാണെന്ന് ടീച്ചർ ആദ്യം കാണിക്കാം. ഇവിടെ ശ്രദ്ധിക്കുക. ഈയുടെ ചിഹ്നം നമ്മൾ എഴുതിയത് എങ്ങനെയാണ്? ഇങ്ങനെ നമ്മൾ എഴുതി, അത്രയേ ഉള്ളൂ ഈയുടെ ചിഹ്നം. ഈയുടെ ചിഹ്നം വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടാ. ഇങ്ങനെ വന്ന് ഇങ്ങനെ. കണ്ട? മനസ്സിലായോ? കിട്ടിയോ? നോക്കുക. ഈ എന്ന് പറയുന്ന ചിഹ്നം നമ്മൾ എഴുതിയപ്പോൾ അത് ഇത്ര എഴുതിയുള്ളൂ, സിമ്പിളാണ്. കണ്ടാ? അതിവിടെ ഇവിടെ ഇങ്ങനെയാണ് അവസാനിക്കേണ്ടായത്. ഇത്രയേ ഉള്ളൂ, തീർന്നു. ഈ എഴുതുമ്പോൾ നമ്മൾ ഇവിടെ ഒരു കുനിപ്പും കൂടെ ഇങ്ങനെ കൊടുക്കണം. കണ്ടാ? ഇവിടെ ഒരു കുനിപ്പും കൂടെ ഇങ്ങനെ വരണം. അതല്ലേ ഇവിടെ വന്നേക്കണെന്ന് നോക്കിയേ. കണ്ട? ഈ. ഏതാണ് ഈ ചിഹ്നം? ഈ. കിട്ടിയാ? ഒന്നുകൂടെ നമുക്ക് എഴുതി നോക്കിയാലോ. ഈ. കണ്ട? കിട്ടിയാ? ഒന്നുകൂടെ എഴുതാം. ഇതാണ് ഈ. ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പറയണം. എങ്ങനെയാണെന്നറിയോ? ഇത് ഏതിൻ്റെ ചിഹ്നമാണ്? ഈ. ഇത് ഏതിൻ്റെ ചിഹ്നമാണ്? ഈ. കിട്ടിയോ? ഓക്കെ. അപ്പോൾ ഈ എന്ന് പറയുന്ന അക്ഷരത്തിൻ്റെ ചിഹ്നമാണ് ഇപ്പോൾ രണ്ടാമതായിട്ട് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഇനി ഉദാഹരണത്തിലേക്ക് പോകാം. കഴിഞ്ഞ ഈ എന്ന ചിഹ്നം പഠിച്ചപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? തീ അല്ലേ? ഈയുടെ ചിഹ്നമാണ് ഇട്ടത്. ഈ എന്ന അക്ഷരത്തിന്റെ ചിഹ്നമാണത്. ഇനി നമ്മൾ എഴുതാൻ പോകുന്നത്, നോക്കിയിരിക്കുക, താഴെ എഴുതി ഈ ചിഹ്നം നമ്മൾ, ഇതെന്താണ്? തീ.
കണ്ടോ? തീ. നമ്മൾ നീട്ടി പറയുന്നുണ്ട്. ഇതെങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്? തീ, തീ, അത്രേ ഉള്ളൂ. സിമ്പിളാണ് അല്ലേ? ഇവിടെ വരുമ്പോൾ എങ്ങനെ പറയും? ഈ എന്നുള്ളത് നീട്ടി പറയുന്ന പോലെ തന്നെ ഈ അക്ഷരം പ്ലസ് അതിൻ്റെ ചിഹ്നം കൂടെ വരുമ്പോൾ നമ്മൾ എങ്ങനെ പറയണം? തീ എന്ന് പറഞ്ഞേ. തീ. കിട്ടിയില്ലേ? ഓക്കെ അല്ലേ? ഒന്നും കൂടെ ടീച്ചർ പറയാം കേട്ടോ. ഒന്നും കൂടെ ടീച്ചർ എഴുതി കാണിക്കുക. അപ്പോൾ കൺഫ്യൂഷൻ മാറും. നമ്മൾ പഠിച്ചത് ആദ്യം നമ്മൾ എന്താ പഠിച്ചത്? ഈ പഠിച്ചു. ഈയുടെ ചിഹ്നമാണ് ഇങ്ങനെ എഴുതുന്നത്. ഓക്കെ, കിട്ടിയില്ലേ? നമ്മളത് ഉദാഹരണമായിട്ട് എങ്ങനെ പഠിച്ചു? താ എഴുതി, ഈ ചിഹ്നം എഴുതി. അപ്പം ഇതെന്തായി? തീ. ഓക്കെ, അടുത്ത അക്ഷരം. അടുത്ത അക്ഷരം ഈ എന്ന് പറയുന്ന അക്ഷരം എങ്ങനെയാണ് എഴുതുന്നത്? ഇങ്ങനെ എഴുതി ഇങ്ങനെ നമ്മൾ വരുന്നു. കണ്ടോ? ഇവിടെ ഒരു കുനിപ്പ് കൊടുക്കുന്നുണ്ട്. കണ്ടോ? ഇവിടെ ഒരു കുനിപ്പ് നമ്മൾ കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ? അതാണ് ഈ എന്ന അക്ഷരത്തിന്റെ ചിഹ്നം. മാത്രമല്ല നമ്മൾ നീട്ടിയാണ് പറയുന്നത് അല്ലേ? ആ ശബ്ദം നമ്മൾ നീട്ടി പറയുന്നുണ്ട്. ഇത് ഈ എന്ന അക്ഷരത്തിന്റെ ചിഹ്നം. അത് നമ്മൾ ഒരു ഉദാഹരണം എഴുതിയപ്പോൾ താ, ഈയുടെ ചിഹ്നം തീ, അത്രയേ ഉള്ളൂ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ എന്ന് നീട്ടി പറയുന്നു. ആ ചിഹ്നം അങ്ങനെ തന്നെയാണ് പോകുന്നത്. നമ്മൾ പറയുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഉദാഹരണം എഴുതുമ്പോൾ എങ്ങനെ എഴുതും? താ, കുനിപ്പിട്ടിട്ട് ഈ, തീ. കണ്ടോ? തീ. എന്താണ്? തീ. ഇത് തീ, ഇത് തീ. കുറച്ച് നീട്ടി പറയണം. ഓക്കെ, നമുക്ക് വേറെ വ്യഞ്ജനാക്ഷരങ്ങളൊക്കെ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ടെൻഷൻ അടിക്കണ്ട. വ്യഞ്ജനാക്ഷരം എന്താ ടീച്ചറെ? അയ്യോ അതെന്താ ഇതെന്താ ടെൻഷൻ അടിക്കുക? അതൊന്നും മനസ്സിൽ വരണ്ട. ടീച്ചർ പറഞ്ഞു എന്ന് മാത്രം. വേറെ വേറെ അക്ഷരങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ആ അക്ഷരം നമുക്ക് ഈ ചിഹ്നവുമായിട്ട് നമുക്ക് ചേർത്ത് എഴുതാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എവിടെ കണ്ടാലും അത് വായിക്കാൻ പറ്റും. എവിടെ ഏത് അക്ഷരത്തിൻ്റെ ചിഹ്നമാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ അല്ലേ? നമുക്കൊന്നും കൂടെ എഴുതിയാലോ? അപ്പോൾ ഒന്നും കൂടെ മനസ്സിൽ പതിയും. ഇതേത് അക്ഷരമാണ്? ഈ. ഈ എന്ന അക്ഷരത്തിന്റെ ചിഹ്നം എങ്ങനെയാണ്? ഇങ്ങനെ. ഇത്രേ ഉള്ളൂ. ഈ ഉദാഹരണം നമ്മൾ എഴുതിയപ്പോൾ എങ്ങനെ വന്നു? കണ്ടോ? തീ. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്നത് ഈ എന്ന അക്ഷരമാണ്. അതിൻ്റെ ചിഹ്നം ഇങ്ങനെ നീട്ടി എഴുതുന്നതാണ്. കണ്ടോ? ഇവിടെ ഒരു കുനിപ്പ്. കണ്ടോ? ഒരു കുനിപ്പ് വരുന്നുണ്ട്. ഉദാഹരണം എഴുതുമ്പോൾ എന്ത് വരുന്നു? തീ. കണ്ടോ? തീ, തീ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതൊന്ന് എഴുതി നോക്കിയാലോ? ഒരുമിച്ച് എഴുതുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഒഴുക്കിന് പറയാൻ പറ്റും. ഉദാഹരണം എഴുതാം. കണ്ടോ? താ, താ, തീ, തീ. കണ്ടോ? ആ ശബ്ദം വരണില്ലേ എന്ന് നോക്കിയേ. നമ്മൾ സ്വരാക്ഷരം പഠിക്കുന്ന ശബ്ദം. ആ, ത, ആ, താ, ഈ, തീ, ഈ, തീ. ഇല്ലേ? ശബ്ദം വരണില്ലേ? ശ്രദ്ധയോടെ ഇരിക്കുക, ശ്രദ്ധയോടെ പഠിക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പോൾ ശുഭദിനം.